മലപ്പുറം പൂക്കോട്ടുംപാടം ചുള്ളിയോട് മദ്രസ വിദ്യാർത്ഥികൾക്ക് നേരെ പാഞ്ഞെടുത്ത് തെരുവ് നായ്ക്കൾ. തലനാരിഴയ്ക്കാണ് കുട്ടികൾ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. വർഷ ഗിരീഷ് വിവരങ്ങൾ നൽകും. വർഷ, എപ്പോഴായിരുന്നു തെരുവുനായയുടെ ആക്രമണം? കുട്ടികൾക്ക് പരിക്കെന്തെങ്കിലുമുണ്ടോ? അമൃത, എത്രമാത്രം ഭീകരമായിരുന്നു ആ സന്ദർഭം എന്നുള്ളത് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. കുട്ടിക്ക് പരിക്കില്ല എന്നതാണ് ഇവിടെ ഏറ്റവും ആശ്വാസകരമായ കാര്യം. കുട്ടി വീട്ടിലേക്ക് ഓടിക്കയറിയത് കൊണ്ടാണ് തെരുവുനായയുടെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെട്ടത്. പൂക്കോട്ടുംപാടം ചുള്ളിയോട് ഏലക്കലിലാണ് ഇന്ന് പുലർച്ചെ ഈ കുട്ടിക്ക് നേരെ തെരുവുനായ ആക്രമണം ഉണ്ടായത്. മദ്രസയിൽ പോയി തിരിച്ചു വരികയായിരുന്ന വിദ്യാർത്ഥിക്ക് നേരെ തെരുവുനായകൾ പാഞ്ഞെടുക്കുകയായിരുന്നു. ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. 3 നായകളാണ് കുട്ടിക്ക് നേരെ കുരച്ചു ചാടുന്നത്. എന്നാൽ കുട്ടി വീട്ടിലേക്ക് ഓടുകയും തുടർന്ന് വീട്ടിലുള്ള മാതാപിതാക്കൾ വന്ന് തെരുവുനായ ഓടിക്കുകയുമായിരുന്നു ഉണ്ടായിരുന്നത്. എന്തായാലും ഈ പ്രദേശത്ത് വളരെ രീതിയിൽ തെരുവുനായ ശല്യം രൂക്ഷമാണ് എന്നുള്ള കാര്യം തന്നെയാണ് പറയുന്നത്. ഇതിലൂടെ കാൽനട യാത്രക്കാർക്കോ ഇരുചക്ര വാഹന യാത്രക്കാർക്കോ കുട്ടികൾക്കോ ഒന്നും യാത്ര ചെയ്യാൻ കഴിയാത്ത അവസ്ഥയാണെന്നും പ്രദേശവാസികൾ ആരോപിക്കുന്നുണ്ട്. മാലിന്യങ്ങൾ അലക്ഷ്യമായി തള്ളുന്നതാണ് തെരുവുനായ വർദ്ധിക്കാനുള്ള കാരണമെന്ന് പറയുന്നുണ്ട്. എന്തായാലും വിഷയത്തിൽ എത്രയും പെട്ടെന്ന് പരിഹാരം ഉണ്ടാകണം എന്നുള്ളതാണ് പ്രദേശവാസികളുടെ ആവശ്യം. തെരുവുനായ ശല്യത്തിന് ശാശ്വത പരിഹാരം കാണാൻ പഞ്ചായത്തും മറ്റ് അധികൃതരും എത്രയും പെട്ടെന്ന് ഇടപെടണം എന്നുള്ളതാണ് പ്രദേശവാസികൾ മുന്നോട്ട് വെക്കുന്ന ആവശ്യം. ശരി, വർഷ ഗിരീഷാണ് വിവരങ്ങൾ നൽകിയത്.